lying to lamb, seated on a throne. Mountains bow down, every ocean's rose to the Lord of hosts. Praise Adam from the rising of the sun. Spring Heads Music, welcome. നമസ്കാരം. ഇൻസ്പിരിറ്റോ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വ്യക്തിത്വം റിനോയ്. സോ റിനോയ്, വെൽക്കം. ഒന്ന് റിനോയ് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? എൻ്റെ പേര് റിനോയ് ശിവാനന്ദൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഞാൻ ഇവിടെ സ്ട്രിംഗ് ഹെഡ്സ് മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ CEO ആണ്. ഞാൻ എൻ്റെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞത് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ UK അവിടുന്ന് മ്യൂസിക് പെർഫോമൻസ് ആൻഡ് റെക്കോർഡിംഗ്, അതിൽ ബാച്ചിലേഴ്സും അതുപോലെ മാസ്റ്റേഴ്സ് ഇൻ മ്യൂസിക് എഡ്യൂക്കേഷൻ ഫ്രം ട്രിനിറ്റി ലാബ് ആൻഡ് കൺസർവേറ്ററി. ഇത് കഴിഞ്ഞതിന് ശേഷം നാട്ടിലിപ്പോൾ ഈ സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നാട്ടിൽ കൊച്ചിയിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സ്കൂൾസിൽ ഒരു ജനറൽ മ്യൂസിക് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് ഞങ്ങളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ അച്ഛനെയും ഞാനിന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. റിനോയുടെ വീട്ടുകാരെ കുറിച്ച്, ഈ മ്യൂസിക്കൽ ജേണി എങ്ങനെ ഇവിടെ വരെ എത്തി, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ടാവും. റിയലി അത് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും അങ്ങനെ ആരും അവിടെ വരെയൊക്കെ പോയി പഠിച്ചതായിട്ട് എനിക്കങ്ങനെ അധികം അറിയില്ല. യെസ്, ഞാൻ ജനിച്ചു വളർന്നതൊക്കെ നെയ്യാറ്റിൻകരയിലെ മുള്ളുവിള എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്താണ്. അപ്പോൾ അവിടെയാണ് ജനിച്ചു വളർന്നതും. അവിടെ പപ്പ അമ്മ ഉണ്ട് വീട്ടിൽ, അതുപോലെ ചേട്ടൻ അനിയൻ. ചേട്ടൻ ഇപ്പോൾ UK വിത്ത് ഫാമിലി. അപ്പോൾ ചേട്ടനും വൈഫും ഒരു കുട്ടിയുണ്ട്, മോളുണ്ട്. അനിയൻ വിത്ത് വൈഫ് വീട്ടിലാണ്, ആള് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞാൻ പഠിച്ചത് അവിടെ ഒരു ന്യൂ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ്. എൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞ് +2 വരെ അവിടെ ആയിരുന്നു കഴിഞ്ഞത്. അപ്പോൾ അതൊരു മാനേജ്മെൻറ്റ് സ്കൂളാണ് ആ സമയത്ത്. അപ്പോൾ ഒരു എന്താ പറയുക, അതിനുശേഷം ഒരു എനിക്ക് തോന്നുന്നത് 2006-7 ടൈമിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മ്യൂസിക് ഒക്കെ പഠിക്കാനായിട്ടൊക്കെ തുടങ്ങുന്നത്. അപ്പം ആ സമയത്ത് ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു കാത്തലിക് ഓർഗനൈസേഷൻ ഉണ്ട്, ജീസസ് യൂത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ത്രൂ ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മ്യൂസിക്കിലോട്ടൊക്കെ ആദ്യമായിട്ടൊരു എക്സ്പോഷറൊക്കെ കിട്ടിത്തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രോഗ്രാംസും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ പലരും പാട്ട് പാടുന്നതും വായിക്കുന്നതൊക്കെ കേൾക്കുന്നത് എനിക്ക് എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും നോക്കും. കാര്യം ടു ആൻ എക്സ്റ്റെൻറ്റ് എൻ്റെ ലൈഫിൽ നല്ലൊരു പോയിന്റ് വരെ എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് എന്നെ എന്തിനാ കൊള്ളാന്നുള്ളതോ അല്ലെങ്കിൽ എന്താണ് വാട്ട് ഐ എം കേപ്പബിൾ ഓഫ് എന്നൊക്കെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെറുതല്ല, നമ്മുടെ ടീനേജ് ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം എനിക്കും ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് വന്ന സമയത്തൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറെ കൂടെ എന്നെ കുറച്ചുകൂടെ എന്താ പറയുക, ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യാനും കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. അപ്പോൾ അതിനുശേഷം ഒരു 2008-9 ടൈമിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഗിറ്റാർ പഠിക്കാനൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ പക്ഷെ അപ്പോഴും ഒരു കരിയറായിട്ട് ഇത് എടുക്കാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോ ഒന്നും നമുക്ക് ആർക്കും അങ്ങനെ ചെയ്യാനൊന്നും ആരും ഇല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിത് പുറത്തുനിന്ന് പോയി പഠിച്ചിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനത്തെ ആൾക്കാരൊന്നും ഞങ്ങളുടെ ആരുടെ സർക്കിൾസിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ആ ഗ്രാമപ്രദേശത്ത് മാത്രം ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ എക്സ്പോഷറൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക, കുറച്ച് സമയം എടുത്തു ഇതൊരു കരിയറാക്കി എടുക്കാനായിട്ടൊക്കെ ഒരു ധൈര്യം കിട്ടാനായിട്ട്. അപ്പോൾ ബൈ 2010 ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഫുൾ ടൈം കരിയറായിട്ടൊക്കെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വരുന്നതും. ഒരു 2 വർഷത്തോളം വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു എന്താ പറയുക, ഈ ഗിറ്റാറിൻ്റെ ഗ്രേഡ് എക്സാംസ് ഉണ്ട്, ട്രിനിറ്റി അല്ലെങ്കിൽ ABRS എന്നൊക്കെ പറയുന്ന ഈ എക്സാം ബോഡീസ് ഉണ്ട് വേൾഡ് വൈഡ്. അവരുടെ ഒരു ഗ്രേഡ് എക്സാമിനൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്കിങ്ങനെ പുറത്ത് പോയി പഠിക്കണം, നല്ലോണം മ്യൂസിക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ 2 വർഷം ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് വേണ്ടി ഇരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പിന്നീട് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമായിരിക്കും. ഒരു രാവിലെ ഒരു 5:30 തുടങ്ങി വൈകിട്ട് ഒരു 8:30, 9, 10 വരെയൊക്കെ പോകുന്ന ഒരു പ്രാക്ടീസ് ഷെഡ്യൂളൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊരു ടൈമിൽ. അപ്പോൾ ഒരു 2 വർഷത്തോളം ഏകദേശം അതേ റൊട്ടീൻ തന്നെയായിരുന്നു. വീട്ടിനകത്തൊക്കെ ഇരുന്ന്
പഠിക്കുന്നു. അപ്പം വീട്ടിലും ആർക്കും അറിയില്ലല്ലോ ഇവൻ എന്താ കാണിക്കുന്നത്, ഇദ്ദേഹം എന്താ പരിപാടി എന്നുള്ള. അപ്പൊ നാട്ടുകാർക്കും കൺഫ്യൂഷനാണ്, വീട്ടുകാർക്കും കൺഫ്യൂഷനാണ്. അപ്പൊ ഒരു ഗിറ്റാർ വെച്ചിരിക്കുകയാണ്. അപ്പൊ വേറെ പണിക്കൊന്നും പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം നമുക്ക് ചില സമയത്ത് നമുക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ല. ചില നമ്മുടെ ഒരു ആഗ്രഹങ്ങളോ നമ്മുടെ സ്വപ്നങ്ങളോ ജേർണീസോ ഒന്നും ചിലപ്പം ഒരു തേർഡ് പേഴ്സണ് ദേ വിൽ നെവർ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അൺടിൽ നമ്മളത് പ്രൂവ് ചെയ്യുന്നത് വരെ. അപ്പം ആ ഒരു ജേർണി എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഒരുപാട് പേരെടുത്ത ഒരു സ്ട്രഗിൾ ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പുറത്തൊക്കെ പോയി പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ തോന്നാനുള്ള കാര്യം എനിക്ക് പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഗിറ്റാറൊക്കെ നല്ലോണം പഠിക്കാനായിട്ട് കിട്ടുന്ന ഓറിയന്റേഷൻ, ഗിറ്റാർ ഇസ് എ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്, അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇന്ത്യയിൽ അങ്ങനെ അധികം ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റിയില്ല ആ ഒരു ടൈമിൽ. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇന്റർനെറ്റും ഒക്കെ അപ്പോഴും നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുന്ന ടൈമാണ്. പഴയ നെറ്റ് കഫേസിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ ഒരു മണിക്കൂറുകൾ ഞാനിങ്ങനെ 10 രൂപ 20 രൂപയൊക്കെ കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് വേൾഡിലുള്ള എല്ലാ സ്ഥലത്തുള്ള ഈ യൂണിവേഴ്സിറ്റീസും കോളേജൊക്കെ നോക്കി അവിടെ എവിടെയാണ് നമുക്ക് ഈ നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നതെന്നൊക്കെ നോക്കിയിട്ട് കുറെ കണ്ടുപിടിച്ചു. ബെർക്ക്ലി ഒക്കെ പോലത്തെ വലിയ വലിയ കോളേജ് കണ്ടുപിടിച്ചു. കുറെ സ്ഥലത്ത് മനസ്സിലായി നമുക്കൊന്ന് അഡ്മിഷൻ കിട്ടിയാലും കൊടുക്കാനുള്ള ഫൈനാൻസ് ഇല്ല എന്നുള്ള. അപ്പോൾ ഏകദേശം ഒരു 8 വർഷത്തോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിനിടയിൽ ഞാൻ എന്താ പറയാ, എൻ്റെ ലോണൊക്കെ ശരിയാക്കേണ്ടതുണ്ട്, ഫൈനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സമയങ്ങളുണ്ട്. അപ്പം അതിനിടയ്ക്ക് എനിക്കൊരു ജോലി കിട്ടി. ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ ഗ്രേഡ് എക്സാംസ് ഡിസ്റ്റിങ്ഷനോടെ ഞാൻ പാസ്സായി. അപ്പൊ അത് ഒരു എന്താ പറയാ നല്ലൊരു മാർക്കോടെ ഞാനത് 3 ക്ലിയർ ചെയ്തു. അതായത് അക്കോസ്റ്റിക്കില് ചെയ്തു, ക്ലാസിക്കല് ചെയ്തു, അതുപോലെ മ്യൂസിക് തിയറി എല്ലാം ചെയ്തു. അപ്പൊ അതിനെല്ലാം എന്നെ ഗൈഡ് ചെയ്തത് ആക്ച്വലി ഒരു റോണി എന്ന് പറഞ്ഞിട്ടൊരു ഗിറ്റാറിസ്റ്റ് ആണ്. ഈസ് എ ഫേമസ് ഗിറ്റാറിസ്റ്റ്, ഇവിടെ ഉള്ള ഒരു വണ്ടർഫുൾ മ്യൂസീഷ്യനും കൂടെയാണ്. ജോബ് കുര്യൻ എന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അപ്പൊ പുള്ളിയാണ് എന്നെ കുറെ ഇതിൽ ഗൈഡ് ചെയ്തത്. അപ്പൊ അതിനുശേഷം എന്താ പറയുക, എനിക്ക് ഫൈനലി ഐ ഗോട്ട് ഇൻ ടു ലണ്ടൻ കോളേജ് ഓഫ് മ്യൂസിക്. അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ 2017 എൻ്റെ അവിടെ ആയപ്പോഴത്തേക്കും എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ഞാൻ അങ്ങനെയാണ് UK പോകുന്നത്. അപ്പൊ അതുവരെ എൻ്റെ ആഗ്രഹം എനിക്കൊരു നല്ല ഗിറ്റാറിസ്റ്റ് ആവണം, നല്ലൊരു എന്താ പറയാ പഠിപ്പിക്കണം എന്നുള്ള എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ പല കമ്മ്യൂണിറ്റീസിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അപ്പൊ അവിടെ എല്ലാം ഐ ഫൈൻഡ് എന്താ പറയാ ഒരു ഈ ഷെയറിങ് നോളജ് അല്ലെങ്കിൽ ടീച്ചിങ് ഐ ഫൈൻഡ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. എപ്പോഴും എനിക്കതൊരു വളരെ ഞാൻ തന്നെ അറിയാണ്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഐ എൻജോയ് ഇറ്റ്. അതൊരു ജോബായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതൊരു എപ്പോഴും അങ്ങനെ കാണാറില്ല. മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഐ റിയലി എൻജോയ്. ഞാൻ ഓർക്കുകയാണ് ജി ബാൻഡ് ഞങ്ങൾ അന്ന് കോറസിന് വന്ന സമയത്ത് ഞങ്ങളുടെ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ റിനോയ് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, എങ്ങനെയാണ് ഒരു ബാൻഡ്, എങ്ങനെയാണ് ജോണർ സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. വെരി നാച്ചുറൽ. അതെ ഞാനത് പ്രിപ്പയർ ചെയ്ത് ചെയ്താലും ചിലപ്പോൾ അത് നടക്കുമെന്ന് തോന്നില്ല. ബിക്കോസ് മോസ്റ്റ്ലി ഞാനത് അങ്ങ് നാച്ചുറലി അങ്ങ് പറഞ്ഞു പോവാ ചെയ്യുന്നത്. സോ അങ്ങനെ അപ്പൊ അവിടെ നിന്ന് പിന്നെ ഞാൻ UK പോയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഷീസ് ആർ കോ ഫൗണ്ടർ, നമ്മുടെ സ്ട്രിംഗേഴ്സിന്റെ കോ ഫൗണ്ടർ കൂടെയാണ്, ഒരു അലീഷ മാത്യു തൈൽ. അപ്പൊ ഷീസ് കറന്റ് വർക്കിംഗ് ഇൻ KM കൺസർവേറ്ററി, നമ്മുടെ ചെന്നൈയിൽ AR റഹ്മാൻ സാറിന്റെ കോളേജാണ് KM കൺസർവേറ്ററി. അവിടുത്തെ ഫാക്കൽറ്റിയാണ് പുള്ളി. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് പഠിച്ച് അവിടെ. അപ്പോൾ ലണ്ടനിൽ ചെന്നപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ എക്സ്പോഷറും നമുക്ക് മ്യൂസിക്കിനെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ എവറിഥിങ് വാസ് വെരി ഡിഫറെന്റ്. അപ്പോൾ കുറേ കരിയർ പോസിബിലിറ്റീസും എല്ലാം തുറന്നു കിട്ടിയ ഒരു സമയമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു എന്താ പറയാ, മ്യൂസിക് പഠിച്ചാലും ജോബൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമായിരിക്കാം, നമുക്ക് മ്യൂസിക് ഒക്കെ പഠിച്ചാൽ എന്തെങ്കിലും ആവും, എന്തെങ്കിലും ഇതൊക്കെ വായിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ ഉള്ള സംഭവം. പക്ഷേ നമ്മളിപ്പം ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ കണ്ട കാര്യമായിരുന്നു. അവിടെയൊക്കെ സ്കൂൾ സമയം തുടങ്ങി അല്ലെങ്കിൽ വളരെ ചെറുതിലേ തുടങ്ങി തന്നെ എല്ലാവരും പിള്ളേരെ സംഗീതത്തിലൊക്കെ ട്രെയിൻ ചെയ്യും. ബിക്കോസ് മ്യൂസിക് ചെറുതിലേ പഠിപ്പിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അവരുടെ ഫണ്ടമെന്റൽ നോളജ് ഡെഫിനറ്റ് ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം അവരുടെ ബ്രെയിൻ ഫങ്ഷൻസും പ്രസന്റേഷൻ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ലാംഗ്വേജ്, അവരുടെ ഒരു സെൽഫ് എസ്റ്റീം, ഇങ്ങനെ പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് ആവും. അപ്പം ഞാനും എൻ്റെ ലൈഫിൽ ഹോപ്പ്ലെസ് ആയിട്ടൊരു ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ആകെ എൻ്റെ ലൈഫിൽ ചെയ്തത് ഞാൻ ഈ ഗിറ്റാർ 2 വർഷം പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ്. ആ സമയത്ത് ഞാൻ പോലും അറിയാണ്ട് ഞാനൊരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്തു. കാര്യം ഒരു 10-15 മിനിറ്റ് പോലും ക്ലാസ് റൂമിൽ ഇരിക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്ത ആളാണ്, അത്രയും മെമ്മറിയൊന്നും ഇരിക്കാത്ത ആളാണ്. ആയിരക്കണക്കിന് നോട്ട്സ് നമ്മൾ പഠിക്കും. ഒരു മ്യൂസിക് ഷീറ്റ് വായിക്കുമ്പോൾ വി ഹാവ് ടു പ്ലേ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് നോട്ട്സ്. അപ്പം അതൊക്കെ നമ്മൾ ഈ മെമ്മറി ഡെവലപ്പ് ചെയ്യുന്നതാണ്, നമ്മളൊരു അറിയാണ്ട് ഡെവലപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മുടെ സിസ്റ്റത്തിൽ അത്രയും അവെയർ ആയിട്ടില്ല. നമ്മളെ ആൾക്കാർ ഇപ്പോഴും ആ പാട്ട് പിടിച്ചിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലാണ്. അപ്പം അവിടെ അങ്ങനത്തെ ഒരു കുറേ ക്വസ്റ്റ്യൻസും കൺസേൺസും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയത് അവിടെ ചെന്ന ഒരു ടൈമിലായിരുന്നു. അതിനുശേഷം പിന്നെ എന്താ പറയുക, ഞങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയൊക്കെ പഠിക്കുകയും അതുപോലെ തന്നെ പിന്നീട് ഒരു ആഗ്രഹമായിരുന്നു
ഇത് നമ്മുടെ നാട്ടിലും ഇങ്ങനെ നല്ലൊരു സിസ്റ്റം ഒക്കെ വേണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. അപ്പോൾ എനിക്ക് പോയപ്പോഴാണെങ്കിലും പഠിച്ചിട്ട് തിരിച്ചു വരാൻ തന്നെയായിരുന്നു പ്ലാൻ. അപ്പോൾ പക്ഷെ അറിയില്ല, ബിക്കോസ് UK-ലൊക്കെ ഇപ്പം എല്ലാവരും പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ്. അല്ല എല്ലാവരും ഒരു വിസ എടുക്കുക പോവുക എന്നുള്ള ഒരു സംഭവമാണ്. പക്ഷെ പോകുന്നതിൽ ഒരു നല്ല ശതമാനം ആൾക്കാർക്കും അവരെന്തിനാ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ബിക്കോസ് എല്ലാവരും ഇവിടുന്ന് ഒരു എസ്കേപ്പ് പ്ലാൻ ആയിട്ടാണ് പലപ്പോഴും ഇടുന്നത്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് അപ്രോച്ച്. ബിക്കോസ് നിങ്ങളൊരു കറക്റ്റ് ഒരു പാഷനായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് വളരെ കാര്യമായിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഓക്കെ, എനിക്ക് അവിടത്തേക്കാട്ടിലും ബെറ്റർ ആയിട്ട് എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. എനിക്ക് ഒരുപാട് ജോബ് ഓപ്ഷൻസ് ഒക്കെ കിട്ടിയത് അവിടെ നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം വിട്ടിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരിക എന്നുള്ളതും അഗെയിൻ അനദർ ബിഗ് ജംപ്. അപ്പോൾ അതൊരു വലിയൊരു ഡിസിഷനും ആയിരുന്നു. പക്ഷേ ഞാനത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ഈ സ്ട്രിംഗഡ്സ് മ്യൂസിക് ഇതിൻ്റെ ഒരു ജനറൽ എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് ഉണ്ട്, ജിംഗിൾ ബെൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഏകദേശം ഒരു 35ഓളം സ്കൂൾസിൽ നമ്മൾ വർക്ക് ചെയ്തു. ഏകദേശം 20,000+ സ്റ്റുഡൻസ് നമ്മുടെ ഈ കരിക്കുലം ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു കരിക്കുലം ഉണ്ട്, അത് പഠിച്ചു. അതുപോലെ തന്നെ അസോസിയേറ്റ് ബോർഡ് ഓഫ് റോയൽ സ്കൂൾ ഓഫ് മ്യൂസിക് UK അവരുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു അവാർഡ് വിന്നിംഗ് പ്രൊജക്റ്റ് കൂടെയാണ് ഇപ്പം നമ്മുടെ. താങ്ക് യു. ഇതാണ് നട്ഷൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു. ആൻഡ് ഒരു 26-27 ആൾക്കാർ ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ വർക്കിംഗ് ആണ്. എല്ലാവരും മ്യൂസീഷ്യൻസ് ആണ്. ഞാൻ കണ്ടു ഞങ്ങളുടെ ബാൻഡിലുള്ള അഞ്ജു, റോഹൻ, എലീഷ, ലിബിൻ, രണ്ടുപേരും കപ്പിൾസായിട്ട് അവിടുന്ന്. ഓക്കെ, അപ്പോൾ അവരെ ഇവിടെ കണ്ടപ്പോൾ ഒത്തിരി സർപ്രൈസിങ് ആയിപ്പോയി. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഇവിടെ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ വെരി ഗുഡ്. ഇറ്റ് ഈസ് റിയലി ആൻ ഇൻസ്പിറേഷൻ ഫോർ മെനി. അവരുടെ ജീവിതത്തെ കുറച്ചും കൂടി ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്നാണ്. ആ 2 വർഷം വളരെ ക്രൂഷ്യലാണ്. എക്സാക്ട്ലി ദാറ്റ് ഈസ്. ഞാനിങ്ങനെ പിള്ളേരോട് പറയാറുണ്ട്, ഒരു 4 മണിക്കൂർ നിങ്ങളൊരു 4 വർഷം അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ, ചിലപ്പോൾ നിങ്ങളുടെ സംസ്ഥാനത്ത് നിങ്ങളൊരു അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറും ആ ഒരു ഏരിയയിൽ, ആ സ്കില്ലിൽ. അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ 8 വർഷം അധ്വാനിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും എണ്ണം പറഞ്ഞ ആദ്യത്തെ 10-ലോ 50-ലോ ഉറപ്പായിട്ട് സ്ഥാനം പിടിക്കുന്നത്. അപ്പോൾ ഒരു അത്രയാകുമ്പോഴാണ് നമ്മൾ പറയുന്നത് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് 10,000 മണിക്കൂറാണല്ലോ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഒരു സോഷ്യൽ വർക്കർ പോലും ചെയ്ത് കയറുന്നത് അങ്ങനെയാണ്. സോ 2 വർഷം എനിക്ക് തോന്നുന്നത് 10-11 മണിക്കൂർ 305 ദിവസത്തിൽ വർക്ക് ചെയ്തു. 7,000 മണിക്കൂർ കവർ ചെയ്തു. That is the science behind it. Okay. So that makes the brain changes. അത്രയും നോട്ട്സ് ഒക്കെ ഞങ്ങൾ NLP ഭാഷയിൽ പറയുകയാണെങ്കിൽ പുതിയ ഒരു ന്യൂറൽ പാത്വേസ് ഇങ്ങനെ കണക്ഷൻസ് വരുന്നു. അതെ, ആ കണക്ഷൻസിനെ കുറേ കൂടി കത്തിക്കുന്ന രീതിയിലാണ് അവിടോട്ട് ചെന്ന് കിട്ടിയപ്പോൾ എക്സ്പോഷർ. സോ റിയലി ആൻ ഇൻസ്പിറേഷൻ ഫോർ മെനി. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇങ്ങനെയുള്ള ഫാഷനെ പിന്തുടരുന്നവർക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. കുറച്ചുകൂടെ വീട്ടുകാരെ കുറിച്ച്, നമ്മളെ വളർത്തിയ വ്യക്തിത്വങ്ങൾ, നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച അങ്ങനെയുള്ള ചില ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, ചേട്ടൻ, അനിയൻ. അപ്പോൾ ചേട്ടൻ വൈഫ്, കുട്ടിയുണ്ട്. അവർ UK-യിൽ സെറ്റിൽഡ് ആണ്, ക്രോളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ഞങ്ങൾ ഒരുമിച്ച് ലണ്ടനിലുണ്ടായിരുന്നു കുറച്ച് കാലം. അപ്പം ഞാനായിരുന്നു ആദ്യം പോയത്, അതിനുശേഷം പുള്ളി അങ്ങോട്ട് വരിക ചെയ്തത്. അങ്ങനെ അപ്പോൾ അവരിപ്പോൾ അവിടെ സെറ്റിൽഡ് ആണ്. ഹീസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അത് വൈഫും അവിടെ സെറ യൂണിവേഴ്സിറ്റിയിൽ, ഈസ്റ്ററ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അങ്ങനെ അപ്പോൾ അനിയൻ ഉണ്ട്, ജോജി. അവൻ ഇപ്പം നാട്ടിലാണ്, ചോളമണ്ഡല ഫൈനാൻസിൽ മാനേജറാണ്. അതുപോലെ പുള്ളിയുടെ വൈഫുണ്ട്, അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അങ്ങനെ ഇതിൽ പപ്പ ആക്ച്വലി വാസ് എ ബിസിനസ് മാൻ. അപ്പോൾ പുള്ളിയാണ് ആദ്യം നാട്ടിലെ നമുക്ക് വീട്ടിലൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ എന്താ പറയുക ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ വേറെ ബിസിനസ് ഇൻസ്പിറേഷൻ ഒന്നും ഇല്ല. പപ്പ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെറുപ്പം തുടങ്ങിയ കാണുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു ബിസിനസ് ചെയ്യണം എന്നുള്ള, അങ്ങനെ ഒരു സാധനം മൈൻഡിലില്ലായിരുന്നു. അപ്പോൾ പപ്പ ഒരുപാട് കാലം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു വന്ന് കുറച്ച് അധികം സ്ട്രഗിൾ ചെയ്തായിരുന്നു ഞങ്ങളുടെ ഫാമിലിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ മമ്മി ഹൗസ് വൈഫാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു ജേർണിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി തന്നെയാണ് ഡെഫിനറ്റായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം ഈവൻ ദോ അവിടെ അങ്ങനെ അവർ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അങ്ങനെ ആർക്കില്ല. ഇപ്പം പപ്പയൊക്കെ പാടും, അമ്മയും ഒക്കെ പാടും. പക്ഷെ എന്താ പറയുക, അവരാരും അങ്ങനെ ഇതിൻ്റെ ഒരു കരിയറായിട്ടൊന്നും എടുത്ത് പോയ ആൾക്കാരല്ല. അപ്പം അവരൊക്കെ ഇങ്ങനെ പള്ളി ക്വയറുകളിലും അങ്ങനെയൊക്കെ. പിന്നെ ചേട്ടനും അനിയനും ഒക്കെ എല്ലാവരും ആർട്സിലൊരു എന്താ ഇൻക്ലൈൻഡ് ആണ് നമ്മൾ എല്ലാവരും. അപ്പോൾ അവരും ഒക്കെ ഇങ്ങനെ ഈ ഡാൻസും അതുപോലെ ഡ്രാമ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും വളരെ താല്പര്യമുള്ള ആൾക്കാരുണ്ട്.
അനിയനൊക്കെ നല്ല ഡാൻസറൊക്കെയാണ്. അതെ അതെ. അപ്പം ഞാനാണ് ഇച്ചിരി ലേറ്റ് ആയത്. ഞാൻ ഇതിലൊന്നും പെടില്ലായിരുന്നു ആക്ച്വലി. കുറച്ചധികം കാലങ്ങൾ ഞാൻ ഇതിലൊന്നും ഇല്ലാണ്ടിരുന്ന ആളാണ്. ഞാൻ കൂടുതൽ എനിക്ക് ഇഷ്ടം ഈ സ്പോർട്സ്, പിന്നെ ഇങ്ങനത്തെ അഡ്വഞ്ചർ സ്പോർട്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ എന്താ പറയുക കടലിൽ പോവുക, മീൻ പിടിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്ന സംഭവം. കുറച്ചുകൂടെ ഈ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു താല്പര്യം. അപ്പൊ പക്ഷേ എനിക്ക് തോന്നുന്നത് പപ്പയുടെ ഒരു എന്താ പറയുക ഇടപെടലായിരിക്കാം ഒരു പരിധിവരെ. എനിക്കും ചെറുതിലെ തന്നെ നമ്മൾ ബിസിനസ്, ഞാൻ ആദ്യം എന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ കടയിലൊക്കെ ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളെ കടയിൽ ഞങ്ങളെ എല്ലാവരെയും നിർത്തും. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പെരുമാറേണ്ടതും അതുപോലെ എങ്ങനെ ഒരു ദിവസത്തെ സെയിൽസ് എങ്ങനെ ചെയ്യണം, അതങ്ങനെ എല്ലാ കാര്യങ്ങളും ചെറുതിലെ നമ്മളിങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു കരിയറിൽ പിന്നീട് വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോൾ ഫാമിലി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, വളരെ സാധാരണ ഒരു ഫാമിലി തന്നെയാണ്, വളരെ സ്ട്രഗിൾ ചെയ്ത് ഒക്കെ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലി തന്നെയാണ്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ നല്ലൊരു നിലയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് താഴെ നിന്ന് നമ്മൾ പതുക്കെ റീബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമുണ്ട്. അപ്പം ഞങ്ങളും എല്ലാവരും ഒന്ന് ജോബും ഒക്കെ ആയിട്ടൊന്ന് സെറ്റിൽ ആയപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ നന്നായിട്ട് വരുന്നു. അങ്ങനെ പിന്നെ മേജർ എനിക്ക് പിന്നെ എൻ്റെ ലൈഫിൽ ഒരു ഇൻസ്പിറേഷൻ പറയാനുള്ളത്, എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അതായത് ഈ ഒരു ജേർണിയിൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരെ ഒരുപാട് പേര് ഇപ്പം എന്നെ പൈസ ഒന്നും വാങ്ങിക്കാണ്ട് എന്നെ മ്യൂസിക്കൊക്കെ പഠിപ്പിക്കുകയും, എൻ്റെ നമുക്കൊരു ബിജു എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പോൾ പുള്ളി എന്നെ ഒരു മാസം വെറും 1200 രൂപയ്ക്ക് ഒരു മാസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്നെ മ്യൂസിക് തിയറി പഠിപ്പിച്ച ഒരാളാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ലൈഫിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. അതുപോലെ ഈ പറഞ്ഞ റോണി എന്ന് പറയുന്ന ഒരു ചേട്ടൻ, അപ്പം പുള്ളി ഒരുപാട് എന്നെ ഗിറ്റാറിലൊക്കെ മെൻറ്റർ ചെയ്യുകയും അതുപോലെ മ്യൂസിക് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെ ഒരുപാട് എന്താ പറയുക സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഈ ഒരു മ്യൂസിക്കൽ ജേണിയിൽ ഉറപ്പായിട്ടും പലതരത്തിലുള്ള ചലഞ്ചസ് വന്നിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കി മാറ്റിയത്, സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആവാതെ? ഓക്കെ, ബിഗ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരുടെയും ലൈഫിൽ ഫേസ് ചെയ്ത പോലെ തന്നെ ഒരുപാട് ചാലഞ്ചസ് ചെറുതിലെ തന്നെ ഫേസ് ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ആസ് ഐ വാസ് ടെല്ലിംഗ് ബിഫോർ, ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്ത് നിന്ന് ജനിച്ച് വളർന്നതിൻ്റെ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ പ്രോബ്ലം ആയിരുന്നു ആദ്യം ഉള്ളത്. അപ്പം നമ്മൾ കുറച്ച് ഇൻഫീരിയർ ആയിരിക്കും, ഒരു കോംപ്ലക്സ് ഉണ്ടാകും നമുക്ക്. അയ്യോ, സിറ്റിയിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വലിയ ഈ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മളെങ്ങനെ വർക്ക് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കും, അപ്പം നമ്മുടെ ലാംഗ്വേജ് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതിയിലുള്ള ഒരു കോംപ്ലക്സ് നമുക്ക് ഓൾറെഡി ചെറുതിലെ തൊട്ടേ ഫോർ സം റീസൺ ഉണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചു വന്നതിൻ്റെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കാം. അവിടുന്ന് പിന്നെ ഒരു അനദർ ചലഞ്ച് ഉണ്ടായിരുന്നത് ഫൈനാൻസ് ആയിരുന്നു. അപ്പോൾ ഫൈനാൻസ് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ആവറേജ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് ഫൈനാൻസ് കൊണ്ടുള്ള പ്രിവിലേജ് ഒന്നും നമുക്ക് ചെറുതിലെ അങ്ങനെ കിട്ടിയിട്ടില്ല. നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെട്ടും അങ്ങനെയൊക്കെ ജീവിച്ചു വന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം എന്താ പറയുക, ഇതൊക്കെ പക്ഷേ ഇതൊന്നും എന്നെ എൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഒരു കാരണമായിട്ടില്ല. കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വൺസ് ഐ ഡിസൈഡഡ് ഓക്കെ എനിക്ക് മ്യൂസിക് തന്നെ ചെയ്യണം എന്നൊരു ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എൻ്റെ ലൈഫിൽ എടുത്തത്, ദാറ്റ് വാസ് വെരി സ്ട്രോങ്. അപ്പം എന്താ പറയുക, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരൊറ്റ സിംഗിൾ റീസണൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ബിക്കോസ് ഐ ജസ്റ്റ് വോണ്ട് ടു ഫോളോ ദാറ്റ് പാഷൻ, ഐ ജസ്റ്റ് വോണ്ട് ടു ഫോളോ മൈ ഡ്രീംസ്. അപ്പോൾ ആ ഒരൊറ്റ റീസൺ ആയിരിക്കും ഈ പറയുന്ന ചിലപ്പോൾ ഒരു 100 കണക്കിന് ചാലഞ്ചസ് വരുമ്പോൾ നമ്മളെ അതിൻ്റെ എഗെയിൻസ്റ്റ് സ്വിം ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കുന്നത്. അപ്പം നമുക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് ഡിസ്കറേജ് ചെയ്ത ഫാക്ടേഴ്സ് ഉണ്ട്. അത് ചിലർ കൺസേൺ കൊണ്ട് പറയും, എടാ നമുക്ക് അത്രയും വലിയ ഇതൊക്കെ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ സ്നേഹം കൊണ്ട് പറയുന്ന ആൾക്കാരും ഉണ്ട്, അതല്ലാണ്ട് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഐ ഹാഡ് ടു ഫേസ് ഇതെല്ലാം നമ്മുടെ ഒരു പ്രോസസ്സിൻ്റെ പാർട്ട് തന്നെ ആയിരുന്നു. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു വൺ തിങ് വാസ് ഫെയ്ത്ത്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ സോ ദാറ്റ് ഞാൻ എപ്പോഴും എന്താ പറയുക, എനിക്കൊരു വിശ്വാസമുണ്ട്, ഓക്കെ someone will look at me, ലുക്ക് ആഫ്റ്റർ മീ, അല്ലെങ്കിൽ എന്താ പറയുക. പിന്നെ എൻ്റെ ഒരു കഴിവിലും എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. കാര്യം എല്ലാവരും ഇപ്പോൾ ജനിക്കുമ്പോഴേ വലിയ കഴിവുള്ള ആൾക്കാരായിട്ട് ആരും ജനിക്കുന്നില്ല. അവർ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മളത് എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒന്നായിരിക്കില്ല, ചിലപ്പോൾ വേറെ പലതും ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കുമായിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും തന്നെ കഴിവുകളുണ്ട്.
ഇഷ്ടം പോലെ. അപ്പം വി ഹാവ് ടു എന്താ പറയുക, നമ്മൾ വി ഹാവ് ടു ബിലീവ് ഇൻ അവർ സെൽഫ്. നമ്മുടെ ഒരു കഴിവിലൊക്കെ നമുക്കൊരു വിശ്വാസം വേണം. അപ്പം അത് കുറച്ച് സമയം എടുത്തു എനിക്ക് അതങ്ങ് ഉറപ്പിക്കാനായിട്ട്. അപ്പം അന്ന് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് സമയം. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് നമ്മുടെ ബീച്ച് സൈഡ് ഇഷ്ടം പോലുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോയി വൈകിട്ടാകുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് കുറേ മണിക്കൂറുകൾ, ഒരു 4-5 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കും. ഒരു 3-4 മണിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കുറേ തോട്ട്സ് ആണ് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട്. അവസാനം പക്ഷെ ശാന്തമായിട്ട് എഴുന്നേച്ച് വീട്ടിൽ പോകും. പക്ഷെ ദാറ്റ് പ്രോസസ് കണ്ടിന്യൂഡ് ഓൾമോസ്റ്റ് 8 years. 8 വർഷത്തോളം ഞാൻ ആ ഇരിപ്പിരുന്നു. അപ്പൊ എല്ലാ പ്രാവശ്യവും ഒരു ഫ്ലൈറ്റ് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എനിക്ക് എന്നായിരിക്കും അതുപോലെ പോരാൻ പറ്റണം, അല്ലെങ്കിൽ കടല് കുറേ സമയം കണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഇതിന്റെ അപ്പുറത്തോട്ട് എത്തണം. സി ദാറ്റ് പുഷ് വാസ് ദെയർ ഓൾറെഡി. ഒരു ദിവസം കഴിയും, സൺസെറ്റ് ആകുമ്പോൾ ഞാൻ തിരിച്ചു പോകും, അടുത്ത ദിവസം എഗെയിൻ ഐ കം ബാക്ക്. അപ്പം ഇതേ പ്രോസസ്സ് സംവെയർ ആയി പ്രാക്ടീസ്ഡ് എനിക്ക് തോന്നുന്നു. അപ്പം ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു പ്രോസസ്സിനെ എപ്പോഴും ട്രസ്റ്റ് ചെയ്യണം. അതായത് ഇത് ചിലപ്പോൾ കുറച്ചധികം സമയം എടുക്കുമായിരിക്കും, കുറച്ചധികം ഹാർഡ്ഷിപ്സ് ഉണ്ടാകുമായിരിക്കും, പക്ഷേ വി ഷുഡ് നെവർ ലൂസ് ദാറ്റ് ഫെയ്ത്ത്. അതാണ് എനിക്ക് തോന്നുന്ന ഒരു മെയിൻ ഫാക്ടർ. എനിക്കത് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും സ്ട്രഗിൾസ് ഒക്കെ വന്നിട്ടും. ബിക്കോസ് എനിക്ക് സമയങ്ങൾ മൊമെന്റ്സ് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ നമ്മുടെ വിട്ടുപോകുന്ന അവസ്ഥകളുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ കഴിവിൽ എന്താ പറയുക ഒരു വിശ്വാസം ഇല്ലാഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഹാർഡ്ഷിപ്സ് വരുമ്പോൾ നമ്മളെ വിട്ടുപോയ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ. പക്ഷേ അതുപോലെ തന്നെ കൂടെ നിന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ മേളിൽ അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ആൾക്കാരെല്ലാം സറൗണ്ടഡ് ആണ്. അപ്പം വി ഹാവ് ടു ടേക്ക് ദ പോസിറ്റീവ്സ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. പക്ഷെ എൻ്റെ കൂടെ ആ സമയത്തും ഒരുപാട് ഹാർഡ്ഷിപ്സിൽ ജേർണി ചെയ്ത് വന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. കുറച്ചധികം നല്ല മനുഷ്യർ എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അവരെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാത്തോണ്ടാവാം, ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാത്തോണ്ടാവാം, പക്ഷെ അവർ എപ്പോഴും കൂടെ ഉണ്ട്. ദർ വിൽ ബി സം വൺ ഹൂ ക്യാൻ സപ്പോർട്ട് ഓൾവേസ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടിയതുകൊണ്ട് തന്നെ എൻ്റെ കേസിൽ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ചലഞ്ചസ് ഒക്കെ വന്നപ്പോഴത്തേക്കും പല രീതിയിൽ ഈ പറയുന്ന പോലെ എനിക്ക് പലപ്പോഴും എൻ്റെ കഴിവിൽ എനിക്ക് സംശയിക്കേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് പല സമയങ്ങളിലും. അതായത് ഇതൊക്കെ ഞാൻ ചെയ്താൽ ശരിയാവോ എന്നുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണോ എന്നുള്ളതാണല്ലോ നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേ ഐ വുഡ് സേ നമ്മൾ ആ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൺസിസ്റ്റൻസി എന്ന് പറയും. അതായത് ആ പ്രോസസ്സ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകുക. ദർ വിൽ ബി എ ഡേ യു വിൽ ബി മാസ്റ്ററിങ്. അതൊരു ആർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അതിൽ നമ്മൾ മാസ്റ്റർ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകുമ്പോഴത്തേക്കും ഫൈനലി എൻഡ് ഓഫ് ദി ഡേ യു വിൽ ബി എ മാസ്റ്റർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കതിൽ ദാറ്റ്സ് വാട്ട് വി കോൾ സക്സസ് ആക്ച്വലി. അതല്ലാണ്ട് അതിൽ നിന്നുണ്ടാക്കുന്ന പൈസയോ അല്ലെന്നുണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്ന ഫെയിമോ അല്ല. ഇറ്റ്സ് എ ക്രാഫ്റ്റ് അല്ലേ. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, നല്ലോണം ഒരു ഗിറ്റാർ വായിക്കുന്ന ഒരു ഡേ ആണല്ലോ നമ്മളെ സംബന്ധിച്ചൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ, റാദർ ദാൻ എന്താ പറയുക ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതോ അങ്ങനെയൊന്നുമില്ല. അപ്പം ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. അപ്പം ഇത് ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ജേർണിയെ എന്താ പറയുക ഒരുപാട് പുഷ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത ഒരു ഫാക്ടർ. യെസ്. റിനോയ്, ഇനി മുന്നോട്ടുള്ള ഫ്യൂച്ചർ സ്വപ്നങ്ങൾ, അതുപോലെ സ്വപ്നങ്ങൾ കാണുന്ന യുവജനങ്ങൾക്കുള്ള ചില ഒരു സന്ദേശമൊക്കെ ആസ് എ യൂത്ത്. ഓക്കെ, എൻ്റെ യൂത്ത് ഏജ് കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ബാച്ചിലേഴ്സ്. ഓക്കെ, എൻ്റെ സ്വപ്നങ്ങൾ ഇപ്പം എനിക്കിപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ജിംഗിൾ ബെൽസ്. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് എല്ലാ പിള്ളേർക്കും നല്ല ക്വാളിറ്റിയിൽ മ്യൂസിക് എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളതാണ് സ്കൂൾസിലും നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലൊക്കെ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു വലിയൊരു ലക്ഷ്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പം കേരളം, ഗുജറാത്ത് അല്ല കർണാടക, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്താ പറയുക, ഇന്ത്യ മുഴുവൻ എത്തണം എന്നുള്ളതാണ് ഒരു പേഴ്സണൽ ആഗ്രഹം. അതുപോലെ ഒരുപാട് മ്യൂസീഷ്യൻസിനൊക്കെ നല്ല ജോബ്സ്, കാര്യം മ്യൂസീഷ്യൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ജോബ്സ്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻകം ജനറേഷൻ എന്ന് പറയുന്ന പലർക്കും ഇല്ല. അപ്പം നല്ല എഡ്യൂക്കേറ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്യാന്നൊക്കെ ഉള്ളത്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാന്നൊക്കെ ഉള്ളത് ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ മിഷൻ. അപ്പം അത് ഒരു വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ പിന്നെ യൂത്തിനോട് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ദാറ്റ് ഇസ് ഫൈൻ, അബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷേ വൺസ് നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം വർക്കിംഗ് ഓൺ യുവർ ക്രാഫ്റ്റ്. അതായത് എന്ത് തന്നെയാണെങ്കിലും നമ്മളിപ്പം യു മൈറ്റ് ബി ബെറ്റർ അറ്റ് എന്താ പറയുക ഡിസൈനിങ്, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ടീച്ചിങ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്ത് കരിയർ ആവാം, IT ആവാം, യു മൈറ്റ് ബി എ ടെക്കി. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും കണ്ടുപിടിക്കുന്ന നമ്മുടെ ഇൻട്രസ്റ്റുകൾ നമ്മൾ
നല്ലോണം അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക. അത് നമ്മുടെ യങ് ടൈമിൽ തന്നെ മാക്സിമം ഡെവലപ്പ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു 35-40 വയസ്സിനൊക്കെ മുന്നേ വരെയൊക്കെ നമുക്ക് എപ്പോഴും നല്ലോണം എന്താ പറയുക നല്ല IQ ലെവലൊക്കെ നല്ല കൂടുതലായിരിക്കും. അതുപോലെ നമുക്ക് കൂടുതൽ എനർജി ഉണ്ട്, അതുപോലെ നമുക്ക് ടൈമുണ്ട് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ മാക്സിമം നമ്മുടെ പാഷൻ ഫോളോ ചെയ്ത് അതിൽ തന്നെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഡോണ്ട് ലുക്ക് ഓൺ ടു മണി, അല്ലെന്നുണ്ടെങ്കിൽ വേറെ അനദർ ഫാക്ടേഴ്സ് ഫെയിം ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോകാണ്ട് യു ജസ്റ്റ് എൻജോയ് വാട്ട് യു ആർ ഡൂയിങ്. അതൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പം പിന്നെ നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ യുനോ നിങ്ങൾ അതിൽ വളരെയധികം ഡെഡിക്കേറ്റഡ് ആണ്, വളരെ സോളിഡ് ആയിട്ടൊരു ഡിസിഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഇവൻച്വലി ഓവർകം ഇറ്റ്. അതൊക്കെ പാർട്ട് ഓഫ് ദ പ്രോസസ്സാണ്. നമ്മളെ ഷേപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് പല രീതിയിൽ നമുക്ക് സ്ട്രഗിൾസ് വരുമ്പോൾ യു ക്യാൻ കൺസിഡർ ഇറ്റ് ഇൻ ദാറ്റ് വേ. അപ്പം എനിക്ക് തോന്നുന്നു ഫോളോ യുവർ പാഷൻ. അത് ചുമ്മാ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല, യു ഹാവ് ടു വർക്ക്. അത് നല്ല നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്.